ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 44-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 17 ആണ്. ഇപ്പോൾ ഒരു നമ്പറിനെ 17 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ്, ഷോർട്ട് കട്ടോ ട്രിക്ക്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 4 ഡിജിറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള നമ്പറോ യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ആ ഒരു ഫോമിലാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷൻ എഴുതാം. എ ബി സി ഡി അല്ലേ, 4 അധികമോ ഡിജിറ്റുള്ള നമ്പേഴ്സിൽ 4 ഡിജിറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഡിജിറ്റോ ഉള്ള നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇവിടെ എ ബി സി ഡി 4 ഡിജിറ്റ് നമ്പറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. 5 ഡിജിറ്റ് ആണെങ്കിലും 6 ഡിജിറ്റ് ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ബാക്കിയുള്ള ഡിജിറ്റ്സ് അല്ലെ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതായത് എ ബി സി എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് മൈനസ് ഡി എ എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു ഡി, ഈ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടോ നമുക്ക് ഒരു 3 ഡിജിറ്റോ 2 ഡിജിറ്റോ നമ്പർ കിട്ടുമ്പോൾ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും? നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 17 ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് അതിൻ്റെ റൂൾ വരുന്നത്. എ ബി സി ഡി എന്ന് പറയുന്ന നമ്പർ എ ബി സി മൈനസ് 5 ഇൻറ്റു ഡി. ഓക്കെ, 5 ടൈംസ് ഡി അല്ലെ, 4 ടൈംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ 2 ടൈംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇക്വേഷൻ നമ്മൾ മറ്റ് ഡിവിസിബിലിറ്റി റൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ ബി സി ഡി 4 ഡിജിറ്റ് ആണ്. നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്ന 17 4 ഡിജിറ്റോ അതിന് മുകളിലുള്ള നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 17 ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ഡിജിറ്റോ നമ്പറാണ്, 2278. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് 227 മൈനസ് 5 ഇൻറ്റു 8. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് പ്ലേസിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിയുള്ളതിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ 227 മൈനസ് 5 ഇൻറ്റു 8 40 ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ 227ൽ നിന്ന് എന്ത് ചെയ്യുന്നു? 40 സബ്ട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ 40 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? 180 അല്ലേ, 187. ഓക്കെ, സോ 227 മൈനസ് 227 മൈനസ് 40 എന്ന് പറയുമ്പോൾ 187 കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? 187 ഡിവൈഡഡ് ബൈ 70 അല്ലേ. 187 എന്ന് പറയുന്ന നമ്പർ 17 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാം. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 187 ഡിവൈഡഡ് ബൈ 70. നമുക്കറിയാം 17 18ൽ 1 ടൈം ആണ്, ബാലൻസ് 1 ഉണ്ട്, 17ൽ 1 ടൈം. അപ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ 17 ഇൻറ്റു 11 ആണ് എന്ത് കിട്ടുന്നത്? 187. അതായത് 187നെ 17 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. Therefore this number is also completely divisible by 17. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഡിവിസിബിൾ ബൈ 17. നമുക്കൊരു 3 ഡിജിറ്റോ 2 ഡിജിറ്റോ കിട്ടണം. ഇപ്പോൾ 3 ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 17 ആണെങ്കിൽ നമുക്ക് നമ്പറും എന്താണെന്ന് പറയാൻ പറ്റും? ഡിവിസിബിൾ ബൈ 17 ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 17. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.